എന്താണ് ഐ പി ക്ലാഷ്? ഐ പി അഡ്രസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അതായത് നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ ഈ ഒരു ഐ പി ക്ലാഷ് പല സമയത്തും ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മളൊരു സ്ഥലത്തുകൊണ്ട് ഒരു റൗട്ടർ വെച്ചു, ഈ റൗട്ടർ വെച്ച് അല്ലെങ്കിൽ ഒന്നിലധികം റൗട്ടേഴ്സ് നമ്മൾ ചിലപ്പോൾ ആ ഒരു സൈറ്റിൽ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ചിലതിൽ കസ്റ്റമർ പറയും ചില സമയത്ത് കിട്ടുന്നില്ല, ചിലതിൽ കിട്ടുന്നില്ല, ചില നേരത്ത് കിട്ടുന്നില്ല. അങ്ങനെ കുറേ കൺഫ്യൂഷൻസും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഐ ടി അഡ്മിൻ ആയാലും ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണിത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഐ പി ക്ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അതായത് ഇപ്പോൾ ഇത് നമ്മൾ ചെല്ലുന്ന ആ സൈറ്റിലുള്ളൊരു ONU ആണെന്ന് വിചാരിക്കുക. ആ ONUയുടെ ഐ പി അഡ്രസ്സാണ്, അതായത് ഗേറ്റ് വേ അഡ്രസ്സാണ് 192.168.1.1. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും, അതായത് ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻഡിൽ വരുന്ന എല്ലാ ഡിവൈസുകൾക്കും ആ ഒരു ഐ പി പ്രൊവൈഡ് ചെയ്യണ ഏതായിരിക്കും? ഈ ഒരു മോഡോ ആയിരിക്കും. അതായത് ഈ ഒരു ONU ആയിരിക്കും ഐ പി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 1.2, 1.3, 1.4 അല്ലെങ്കിൽ 1.2 ആ സീരീസിൽ വരുന്ന ആ ഒരു ഐ പീസൊക്കെ ഈ ഒരു DHCP റൺ ചെയ്തിട്ട് ആ ഒരു ഐ പി എല്ലാ ഡിവൈസുകൾക്കും, മൊബൈലാവട്ടെ കമ്പ്യൂട്ടർ അവനൊക്കെ ഈ ഒരു മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ആ ഡിവൈസുകൾക്കെല്ലാം കിട്ടും. അപ്പോൾ നമ്മളവിടെ ഈ ഒരു വൈഫൈ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഡിവൈസുകളിലോട്ട് റേഞ്ച് എത്തിക്കാനായിട്ട്, അതായത് വൈഫൈ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ റൗട്ടർ കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ലാൻ ഇത്തിരി വലുതാക്കാനായിട്ട്, അതായത് ഉള്ള ലാൻ കുറച്ചുകൂടി വലുതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കുറച്ച് റൗട്ടേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ ഒരു 3 റൗട്ടർ കൂടെ നമ്മളിവിടെ വച്ചേക്കുന്നതെന്ന് വെച്ചോ. അതായത് ആ ഒരു നെറ്റ്വർക്ക് വലുതാക്കാനായിട്ട്, അതായത് കുറച്ചും കൂടി ആൾക്കാർക്ക് കണക്ട് ചെയ്യാനും, കുറച്ച് നമ്പർ ഓഫ് IPs കൂടാനും, കുറേ ആൾക്കാർക്ക് കൂടി കണക്ട് ചെയ്യാനും, കുറച്ച് വൈഡ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 റൗട്ടർ കൂടി നമ്മളവിടെ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതാണ് അപ്പോൾ ആ 3 റൗട്ടറുകൾ. അപ്പോൾ നമ്മളവിടെ എന്ത് കണ്ടു? ഇതൊരു ജിയോൻ്റെ അല്ലെങ്കിൽ എയർടെലിൻ്റെ ഒക്കെ ONU എടുത്താൽ അറിയാം. നമുക്ക് അതിൻ്റെ പുറകിലായിട്ട് ഒരു 4 ലാൻഡ് പോർട്ടൊക്കെ ഉണ്ടാവും, 4 or 5 ലാൻഡ് പോർട്ടൊക്കെ ഉണ്ടാവും ഈ ഒരു ONUവിന്, അല്ലെങ്കിൽ ആ ഒരു ONUവിന് 4 or 5 ലാൻഡ് പോർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളൊരു സ്വിച്ച് വെക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ആ ലാൻഡ് പോർട്ടിൽ തന്നെ നേരിട്ട് ഓരോ കേബിൾ, ഇതൊക്കെ ഓരോ കേബിളാണെന്ന് വിചാരിക്കുക, നേരിട്ട് ഓരോ കേബിൾ വലിച്ചിട്ട് ഈ ഒരു 3 റൗട്ടറിലോട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അതായത് ഇവിടെ നിന്ന് വലിച്ചിട്ട് ഈ 3 റൗട്ടറിലോട്ടും കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ റൗട്ടറുകളുടെയൊക്കെ നോർമലി ആ ഒരു ഗേറ്റ് വേ IP വന്നത് എങ്ങനെയാണ്? 192.168.0.1 ആണ് അവിടെ ഗേറ്റ് വേ IP വന്നത്. ഇതും 0.1 ആണ്, ഇതും 0. അതായത് ഈ 3 വെച്ചതിൻ്റെയും ഒരേ IP തന്നെയാണ്. അതായത് ഗേറ്റ് വേ IP 3 0.1 വന്നത്. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് കണക്ട് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓരോ ഡിവൈസുകൾ ഈ റൗട്ടറിൽ നിന്ന് ഒരു 5 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടാവാം, ഇതിന് 5 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇതിന് 5 ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു 0. നെറ്റ്വർക്കിലായിരിക്കും ഈ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും, ഇതൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും, ഇതൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു IPയിലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ 3 റൗട്ടറുകൾ നമ്മൾ വെക്കുന്നതിന് 3 ആ ഒരു ഗേറ്റ് വേ IP എത്രയാണ്? ഈ 192.168.0.1, അതുപോലെ തന്നെ ഇതിൻ്റെയും 0.1, അതുപോലെ തന്നെ ഈ ഒരു റൗട്ടറിൻ്റെയും 0.1. അപ്പോൾ ഇത് 3 0.1 ആകുമ്പോൾ എന്താ പറ്റണമെന്ന് പറയുമ്പോൾ, നമ്മൾ നേരിട്ട് ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു ONUവിൽ കണക്ട് ചെയ്തേക്കുകയാണ്. അതായത് അവരുടെ മെയിൻ മോഡത്തിൽ, അവിടുത്തെ ഏഷ്യനെറ്റ് ആയാലും ജിയോ ആയാലും എയർടെൽ ആയാലും ആ ഒരു മോഡത്തിലോട്ട് നേരെ കേബിൾ വലിച്ച് അതിൻ്റെ പുറകിൽ ആ ഒരു ലാൻഡ് പോർട്ടുകളുള്ളതുകൊണ്ട് കണക്ട് ചെയ്തേക്കുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇതിനകത്ത് റിക്വസ്റ്റ് വരും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു മോഡായിരിക്കും ഈ പറഞ്ഞ എല്ലാത്തിനും ആ ഒരു IP റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ് കൊടുക്കുന്നത്, ഇൻ്റർനെറ്റ് കൊടുക്കുന്നത് ഈ ഒരു മോഡത്തിനെല്ലാം കൊടുക്കുന്നത് ഈ ഒരു മെയിൻ മോഡമാണ്. അപ്പോൾ ഈ മോഡത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ, അതായത് ഈ റൗട്ടർ ഈ ഒരു മോഡം ഐഡൻറ്റിഫൈ ചെയ്യണം എങ്ങനെയാണ്? അത് മോഡം നോക്കുമ്പോൾ ശരിയാണ്, ഈ 0.1 നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും, 0.1 ആ നെറ്റ് കൊടുക്കും. അതുപോലെ തന്നെ നോക്കുമ്പോൾ വീണ്ടും ഒരു 0.1 നിന്ന് റിക്വസ്റ്റ് വരുന്നു, അപ്പോൾ അതിനും കൊടുക്കും, പിന്നെയും വരുന്നു 0.1 റിക്വസ്റ്റ്. അപ്പോൾ ഈ 3 IP ഒന്നായതുകൊണ്ട് ഈ ഒരു ഡിവൈസിന്, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മെയിൻ ഡിവൈസിന് കൺഫ്യൂഷൻ ആവും. അതായത് ഏതാണ് എവിടെ നിന്നാണ് റിക്വസ്റ്റ് വരുന്നത് എന്നുള്ള കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്ത് പറ്റും? ഇടയ്ക്കിടയ്ക്ക് ചിലവർക്ക് കിട്ടാതെ ആവും, അല്ല ഇടയ്ക്കിടയ്ക്ക് അത് കട്ടാവും. ഏതിൽ നിന്നാണ് ഈ ഒരു റിക്വസ്റ്റ് വരുന്നതെന്ന് ഈ മെയിൻ മോഡത്തിന് മനസ്സിലാക്കാനുള്ള ഡിഫിക്കൽട്ടി വരും. അതായത് ഇതിനകത്താണ് റിക്വസ്റ്റ് വരുന്നതെന്നുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു റൗട്ടർ എപ്പോഴും ഇടയ്ക്ക് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ റൗട്ടറാണ് കട്ടാവണമെങ്കിൽ അപ്പോഴത്തേക്ക് ഇവിടെ ഏതെങ്കിലും കണക്ട് ചെയ്തിരുന്ന ഡിവൈസുകൾക്ക്, അതായത് ഇപ്പോൾ ഒരു ഫോണായാലും ഒരു PC ആയാലും അതിന് കിട്ടാതെ വരും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന് മനസ്സിലായി ഇതിന് നെറ്റ് പ്രോപ്പർ ആവും. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു ഇത് കട്ടാവും. ഇത് കട്ടാകുമ്പോൾ ഇവിടെയുള്ള ഡിവൈസ് ഏതാണോ ആ ഡിവൈസിന് കിട്ടാതെ വരും. മൊബൈലായാലും ആ ഒരു PC ആയാലും ഇതിന് കിട്ടാതെ വരും. കാരണം വെച്ചാൽ ഇതിനകത്തുനിന്നായിരിക്കും, ഈ ഒരു റൗട്ടറിൽ നിന്നായിരിക്കും ഈ ഡിവൈസുകൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ മോഡത്തിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഈ റൗട്ടറുകളുടെ എല്ലാം ഈ ഒരു ഗേറ്റ് വേ IP ഒന്നായതേ കൊണ്ട് തന്നെ ആ റിക്വസ്റ്റ് വരുമ്പോൾ വരുന്ന കൺഫ്യൂഷൻ, ഈ ഒരു മെയിൻ മോഡത്തിൽ വരുന്ന കൺഫ്യൂഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ 3 വഴികളിലൂടെ നമുക്കിതിനെ നേരിടാം. അതൊരിക്കലും ഇങ്ങനെ കണക്ട് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, കണക്ട് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ബേസിക്കായിട്ട് നെറ്റ്വർക്ക് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 2 വിധത്തിൽ നമുക്കിത് ചെയ്യാം. ഒന്ന്, നമുക്ക് ഇതിനെ ഈ നേരിട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം
നമുക്കവിടെ ഈ ഒരു നേരിട്ടുള്ള കണക്റ്റിവിറ്റി അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ 3 ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്കൊരു സ്വിച്ച് വെക്കാം. എന്ത് നെറ്റ്വർക്ക് സ്വിച്ച്, ഇവിടെ ഒരു നെറ്റ്വർക്ക് സ്വിച്ച് വെക്കാം. ഓക്കെ, ഈ നെറ്റ്വർക്ക് സ്വിച്ച് വെച്ചിട്ട് അതായത് ഇപ്പോൾ മോഡത്തിൽ നിന്ന് നേരെ നെറ്റ്വർക്ക് സ്വിച്ചിലോട്ട് വരും. നെറ്റ്വർക്ക് സ്വിച്ചിൽ നിന്നാണ് ഈ 3 റൗട്ടറുകൾക്ക് കണക്ഷൻ പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ നേരിട്ട് മോഡത്തിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്, നെറ്റ്വർക്ക് സ്വിച്ചിൽ വന്നിട്ടാണ് ഈ 3 റൗട്ടറിലോട്ട് കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൗട്ടറുകൾ അതായത് ഇതിനകത്ത് നിന്ന് റിക്വസ്റ്റ് വരും, ഇതിനകത്ത് നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ ഈ നെറ്റ്വർക്ക് സ്വിച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. നെറ്റ്വർക്ക് സ്വിച്ച് ഇൻ്റലിജൻ്റ് ആണ്. അതായത് അതിന് ഓൾറെഡി അതിനൊരു IC ചിപ്പ് ഉള്ളതാണ്. ഇത് ഓൾറെഡി കോൺഫിഗേർഡ് ആണ്. ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഏതിൽ നിന്നാണ് റിക്വസ്റ്റ് വന്നതെന്ന്. അതനുസരിച്ചിട്ടാണ് ഇതിന് ഈ ഒരു മോഡത്തിലോട്ട് കടത്തി വിടുന്നത്. അല്ലെങ്കിൽ ആ മോഡത്തിൽ നിന്ന് വരുന്ന നെറ്റിനെ അതനുസരിച്ചിട്ടാണ് ഇതിന് കടത്തി വിടുന്നത്. ഇതിൽ നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ ഇതിന് തന്നെ കൊടുക്കും, ഇതിൽ നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ ഇതിന് തന്നെ കൊടുക്കും, ഇതിൽ നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ ഇതിന് തന്നെ കൊടുക്കും. സ്വിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ IP ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, അതായത് ഇതേ IP തന്നെ വെച്ചിട്ട് കിട്ടും. കാരണം സ്വിച്ചിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. സ്വിച്ച് എന്ത് വെച്ചാണ് മനസ്സിലാക്കുന്നത്, അതായത് എല്ലാത്തിനും മാക്ക് ഉണ്ട്. അതായത് ഈ ഡിവൈസിൻ്റെ മാക്ക് ആയിരിക്കില്ല ഈ ഡിവൈസിൻ്റെ മാക്ക്, ഈ ഡിവൈസിൻ്റെ മാക്ക് ആയിരിക്കില്ല ഈ ഡിവൈസിൻ്റെ മാക്ക്. അപ്പോൾ മാക്ക് അഡ്രസ്സ് വെച്ച് ഇതെല്ലാം 3 ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള ആ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിന് സാധിക്കും. ഈ മാക്ക് അഡ്രസ്സ് വെച്ചിട്ട് അതനുസരിച്ച് അതായത് റിക്വസ്റ്റ് വന്ന അതേ കമ്പ്യൂട്ടറിലോട്ട് തന്നെ ആ ഒരു നെറ്റ് വിടാനായിട്ട് ഈ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിന് സാധിക്കും. അതേസമയം നമ്മുടെ ഒരു മെയിൻ മോഡത്തിന് അതിനുള്ള കഴിവില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ നെറ്റ്വർക്ക് സ്വിച്ച് കൊടുക്കാതെ ഇത് 3 നേരെ മെയിൻ മോഡത്തിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ നമുക്ക് ഈ പറഞ്ഞ IP ക്ലാഷ് അഥവാ IP അഡ്രസ് കോൺഫ്ലിക്റ്റ് വരും. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, ഇതുപോലെ നെറ്റ്വർക്ക് സ്വിച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് ഡിഫറൻറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയപ്പോഴും പക്ഷേ ഈ ഒരു കണക്ഷൻ ഈ ഒരു IP കോൺഫ്ലിക്റ്റിൻ്റെ പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അതായത് ഇതിനകത്ത് നേരെ സ്വിച്ചിലോട്ട് വന്ന് സ്വിച്ച് ചെയ്യുന്ന ഈ ഒരു സ്വിച്ചുകളിലായിരിക്കും ഈ ഒരു റൗട്ടേഴ്സിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ റിക്വസ്റ്റിൽ വരുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻ എല്ലാത്തിലും കിട്ടും. ആ ഒരു IP കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിട്ട് ഈ നെറ്റ്വർക്ക് സ്വിച്ച് കൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു മാർഗ്ഗം എന്താ, അതായത് ഇപ്പോൾ ഇനി നമുക്ക് ഈ നെറ്റ്വർക്ക് സ്വിച്ച് വെക്കാനുള്ളൊരു ഒരു പ്രൊവിഷൻ അവിടെ ഇല്ല. നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കണം. അതായത് നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കണം. IP ഈ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിനുള്ള പ്രൊവിഷൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും അതിനൊന്ന് സെറ്റ് ചെയ്യണോ എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് ആ ഒരു മോഡത്തിലോട്ട് തന്നെ ഈ റൗട്ടറിൽ നിന്ന് നേരിട്ട് മോഡത്തിലോട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഈ റൗട്ടേഴ്സ് നമുക്ക് 2 വിധത്തിൽ കോൺഫിഗർ ചെയ്യാം. എങ്ങനെയൊക്കെയാണ്, അതായത് 2 വിധത്തിലല്ല, നമുക്ക് മെയിനായിട്ട് 2 വിധത്തിൽ കോൺഫിഗർ ചെയ്യാം. ഒന്ന് വാൻ മോഡിലും കോൺഫിഗർ ചെയ്യാം, അതുപോലെ തന്നെ റിപ്പീറ്റർ മോഡിലും കോൺഫിഗറേഷൻ ചെയ്യാം. റിപ്പീറ്റർ അല്ലെങ്കിൽ ആക്സസ് പോയിൻറ്റ് മോഡ് എന്ന് പറയും. ആക്സസ് പോയിൻറ്റ് മോഡിലും കോൺഫിഗറേഷൻ ചെയ്യാം. റിപ്പീറ്റർ അല്ലെങ്കിൽ ആക്സസ് പോയിൻറ്റ് മോഡിലും നമുക്ക് ഈ ഒരു റൗട്ടേഴ്സിന് കോൺഫിഗറേഷൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കുക, ഇതെല്ലാം ഈ റൗട്ടറുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാൻ മോഡിലാണ് കോൺഫിഗർ ചെയ്യുന്നതെങ്കിൽ, അതായത് നോർമൽ റൗട്ടറെല്ലാം ഒരു വാൻ മോഡിലാണ് കോൺഫിഗർ ചെയ്യണത്. വാൻ മോഡിലാണ് കോൺഫിഗർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം IP ഡിഫറൻ്റ് ആക്കുക. അതായത് ഈ ഒരു റൗട്ടറിൻ്റെ എന്താണ്, ഇതിൻ്റെ ഇപ്പോൾ 0.1 ആണ് വന്നേക്കണമെങ്കിൽ അത് 0.1 കിടക്കട്ടെ, കാരണം ഇതിൻ്റെ 1.1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 0.1 തന്നെ ഇടാം. പക്ഷേ ഇതിൻ്റെ വരുമ്പോഴേക്കും 192.168.2.1 ഇടാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെയും ഗേറ്റ് വേ IP മാറ്റിയിട്ട് 192.168.3.1 ഇടാം. ഓക്കെ, ഇതിൻ്റെ 3.1 ഇടാം. അങ്ങനെ ഡിഫറെൻറ്റ് IPകൾ കൊടുക്കുക. അതായത് നമ്മൾ ഈ വാനിലാണ് ചെയ്യുന്നതെങ്കിൽ, വാൻ കോൺഫിഗറേഷനാണ് ചെയ്യുന്നതെങ്കിൽ, വാൻ കോൺഫിഗറേഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മോഡത്തിൽ നിന്ന്, നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് കണക്ഷൻ നേരെ എടുത്തിട്ട് ഇതിൻ്റെ റൗട്ടറിൻ്റെ ഒരു വാൻ പോർട്ട് ഉണ്ടാവും. ഒരു വാൻ പോർട്ട്, അതായത് ഇപ്പോൾ നോർമലി നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു 4 ലാൻ പോർട്ടാണ് ഒരു റൗട്ടറിനുള്ളെങ്കിൽ ഒരെണ്ണം വാനിന് എതിരുണ്ടാവും. വാൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എഴുതിയിരിക്കുന്ന ഒരു പോർട്ട് ഉണ്ടാവും, ഒരു ലാൻ പോർട്ട്, കേബിൾ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ വാൻ പോർട്ടിൽ കുത്തിയാണ് നമ്മൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യുന്നതെങ്കിൽ, ഇതുപോലത്തെ ഒരു സെനാരിയോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു IP അഡ്രസ്സ് ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ഇതിനകത്ത് 0.1 ആണെങ്കിൽ ഇതിനകത്ത് 2.1, ഇതിനകത്ത് 3.1 കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ സംഭവിക്കില്ല. കാരണം ഈ ഒരു വാൻ മോഡിൽ കോൺഫ്ലിക്റ്റ് ചെയ്താലും, കാരണം ഓരോ ഡിഫറൻറ്റ് IP ആയതുകൊണ്ട് തന്നെ ഈ ഒരു നേരിട്ട് ഈ ഒരു റിക്വസ്റ്റ് വന്നാലും ഈ മോഡത്തിനത് മനസ്സിലാവും. കാരണം ഇത് വന്നിരിക്കുന്നത് 0.1 നിന്നാണ്, ഇത് വന്നിരിക്കുന്നത് 2.1 നിന്നാണ്, ഇത് 3.1 നിന്നാണെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു IP ക്ലാഷ് ഈ സംഭവിക്കില്ല. ഈ ഒരു വാൻ മോഡിലാണ് നമ്മൾ ഈ റൗട്ടേഴ്സിന് കോൺഫിഗറേഷൻ ചെയ്യുന്നതെങ്കിൽ. ഇനി അതല്ല, നമ്മൾ വാൻ മോഡിലല്ല കോൺഫിഗറേഷൻ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു റിപ്പീറ്റർ മോഡ് അല്ലെങ്കിൽ ആക്സസ് പോയിൻറ്റ് മോഡിലാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്നിരിക്കട്ടെ. റിപ്പീറ്റർ അല്ലെങ്കിൽ ആക്സസ് പോയിൻറ്റ് മോഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് ഗേറ്റ് വേ ഇല്ലാണ്ടാവും. അപ്പോൾ ഇതിനൊന്നും ഗേറ്റ് വേ ഇല്ലാണ്ടാവും. എന്താവും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ IP എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മോഡായിരിക്കും. ഈ മെയിൻ മോഡം തന്നെയായിരിക്കും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് ഒരു ആക്സസ് പോയിൻറ്റ് മോഡെന്ന് പറയും. ആക്സസ് പോയിൻറ്റിൽ നമ്മളിങ്ങനെ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും. റൗട്ടേഴ്സിന് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈ ഒരു റിപ്പീറ്റർ മോഡിലോട്ട്
ഈ മോഡത്തിനെ മാറ്റുക. റിപ്പീറ്റർ മോഡിലോട്ട് മാറ്റിയാലും ഇങ്ങനെ നേരിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, IP ക്ലാഷ് ഉണ്ടാകില്ല. റിപ്പീറ്റർ മോഡിലാണ് ചെയ്യണമെങ്കിൽ. വാൻ മോഡിൽ ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു IP മാറ്റിയിടണം. വാൻ മോഡിൽ ചെയ്യുമ്പോൾ ഈ IP മാറ്റാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു IP കോൺഫിഗർ ഉണ്ടാവും. റിപ്പീറ്റർ മോഡിലാണെങ്കിൽ ആ റിപ്പീറ്റർ മോഡിൽ ഇത് കോൺഫിഗറേഷൻ ചെയ്യണം. ഇതെങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും പല വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓൾറെഡി ടെക്നീഷ്യൻ ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ വീഡിയോസിൽ തന്നെ ഇത് കാണിക്കാം. ഇത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അതിനൊക്കെ എല്ലാം കോൺഫിഗറേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പീറ്റർ മോഡിൽ, ആ ഒരു റിപ്പീറ്റർ അല്ലെങ്കിൽ ആക്സസ് പോയിന്റ് മോഡിൽ ഈ റൗട്ടേഴ്സിനെല്ലാം കോൺഫിഗറേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊന്നും IP ഉണ്ടാവില്ല. നേരെ IP കൊടുക്കുന്നത്, അതായത് 1.0 സീരീസിൽ വരുന്ന ഇപ്പോൾ 1.3 കൊടുക്കുന്നത് നേരെ ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ്, ഈ ഡിവൈസിന് നേരെ IP കൊടുക്കുന്ന ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ നേരെ ഇത് ഈ ഒരു റൗട്ടറിലോട്ട് വന്നിട്ട് ഈ 1.2 എന്നുള്ള 1.3 എന്നുള്ള ഒരു IP ആണെന്ന് വിചാരിക്കുക. ആ IP നേരെ ഇതിലോട്ട് വന്ന് അതേ 1.3, ഇത് 1.3 തന്നെയായിരിക്കും ഇതിന് IP വരുന്നത്, ഈ ഒരു ഡിവൈസിന് വരുന്നത്. അതായത് 192.168.1.3 തന്നെ. അതായത് ഇതിൽ കണക്ട് ചെയ്താലും IP കൊടുക്കുന്ന ഇതായിരിക്കും. അതായത് ഇതെല്ലാം ഒരൊറ്റ നെറ്റ്വർക്കായിട്ട് മാറും. മറ്റേ വാനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഓരോ റൗട്ടറിനും ഓരോ നെറ്റ്വർക്ക് വരുമെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റർ മോഡിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരൊറ്റ നെറ്റ്വർക്കായിട്ട് വരും. അപ്പോൾ ഏറ്റവും നല്ലത് റിപ്പീറ്റർ മോഡിൽ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റർ മോഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ ഡിവൈസുകളുണ്ട്. അതായത് ചില ഡിവൈസുകളല്ല, ചില ആപ്ലിക്കേഷൻസ്, അതായത് അക്കൗണ്ട്സിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതായത് ടാലി പോലുള്ള ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ വേറെ ബയോമെട്രിക്കിൻ്റെ അങ്ങനെ പല ആപ്ലിക്കേഷൻസും കാര്യങ്ങളും, വേറെ ചില റിമോട്ടിലെടുക്കുന്ന ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് ആയിരിക്കും. അതായത് ഈ ഒരു ഗേറ്റ് വേ വെച്ചിട്ടായിരിക്കും അതിനൊക്കെ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൊണ്ട് ഇങ്ങനെ റൗട്ടർ വെച്ചിട്ട് വാൻ മോഡിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് സെപ്പറേറ്റ് നെറ്റ്വർക്ക് വരും. നെറ്റ്വർക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ഒരു റിപ്പീറ്റർ മോഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആക്സസ് പോയിന്റ് റിപ്പീറ്റർ മോഡിലാണ് ഈ റൗട്ടേഴ്സിനെല്ലാം വെക്കുന്നതെങ്കിൽ ആ ആപ്ലിക്കേഷനിലൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. കാരണം അതൊക്കെ IP കൊടുക്കുന്നത് ഈ ഒരു മെയിൻ മോഡം തന്നെയായിരിക്കും അതിൻ്റെ IP കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റിപ്പീറ്റർ മോഡിലാണെങ്കിൽ ആ ഒരു ഇഷ്യൂസ് ഒന്നും അവിടെ ഉണ്ടാകില്ല. പിന്നെ സ്വിച്ച് ഉണ്ട്, സ്വിച്ച് വെച്ചിട്ട് നമുക്ക് റിപ്പീറ്റർ മോഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ചിലർ ചോദിക്കാറുണ്ട്. സ്വിച്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് റിപ്പീറ്റർ മോഡിൽ ചെയ്യാം. അപ്പോഴും ഇതെല്ലാം ഒറ്റ നെറ്റ്വർക്കായിട്ട് എടുക്കാനായിട്ട് നമുക്ക് ആ ഒരു ഇതിൽ സാധിക്കും, നമുക്ക് റിപ്പീറ്റർ മോഡിൽ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ IP കോൺഫ്ലിക്റ്റ് ഇഷ്യൂ ഉണ്ടാകില്ല. പലവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ് ഓൺ എന്നുള്ള ഇഷ്യൂ. ഈ IP കോൺഫ്ലിക്റ്റ് അഥവാ IP ക്രാഷ് എന്ന് പറഞ്ഞത് ഈ ഒരു നെറ്റ്വർക്കിംഗ് ഏരിയയിൽ വളരെ ഒരു സംഭവം തന്നെയാണ്, അതായത് ഒരു വിഷയം തന്നെയാണത്. പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.